ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ പ്രസിദ്ധീകരിച്ച FY26 Q4 റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഏകദേശം 400-ലധികം സ്റ്റോക്കുകളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതായിട്ട് കാണാം. അപ്പോൾ അവയുടെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് അത് മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സൂചന. കാരണം ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ച കമ്പനികളുടെ ഒരു ശരാശരി ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 13% മുതൽ 17% വരെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ഗ്രോത്ത് നടന്നിട്ടുള്ളത് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് കമ്പനികളാണ്. അപ്പോൾ ആ ബാങ്കിങ് ഫൈനാൻസ് കമ്പനികളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 9% മുതൽ 11% വരെയാണ്. ഇനി ശരാശരി റവന്യൂ സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 8% മുതൽ 10% വരെയുള്ള ഒരു വളർച്ചയാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 7 ക്വാർട്ടറിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു വരുമാന വളർച്ചയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികളാണ് ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിലും നല്ല റിസൾട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ IT സെക്ടറിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് IT കമ്പനികൾ നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നതെങ്കിലും അവർ നൽകിയിട്ടുള്ള ഫ്യൂച്ചർ ഗൈഡൻസ് അത് വലിയ പ്രതീക്ഷ നൽകാത്തത് കൊണ്ടാണ് IT സ്റ്റോക്കുകൾ താഴോട്ടേക്ക് പോയത്. അതുപോലെ വലിയ കമ്പനിയായിട്ടുള്ള റിലയൻസിൻ്റെ ഒക്കെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിലെ ഒരു വീക്ക്നെസ് റിലയൻസിൻ്റെ ലാഭത്തിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ കെമിക്കൽ ആൻഡ് ഫാർമ മേഖലയിലുള്ള കമ്പനികളുടെ മാർജിൻ കുറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നല്ല പ്രകടനം കാണുന്ന 2 പ്രധാനപ്പെട്ട സെക്ടറുകൾ, ഒന്ന് സ്റ്റീൽ സെക്ടറും റിയൽ എസ്റ്റേറ്റ് സെക്ടറുമാണ്. അവിടെ നല്ല വളർച്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഡിജിറ്റൽ മേഖലയിലുള്ള ന്യൂ ഏജ് കമ്പനികളൊക്കെ, പ്രത്യേകിച്ച് എറ്റേണൽ, ഏഞ്ചൽ വൺ, ഗ്രോ പോലെയുള്ള കമ്പനികൾ വൻ ലാഭത്തിലേക്ക് മാറുന്നതും ഒരു പോസിറ്റീവ് സൈനാണ്. കൂടാതെ സോളാർ, അതുപോലെ മാനുഫാക്ചറിങ് മേഖലയിലുള്ള പല കമ്പനികളും അവരുടെ കടബാധ്യതകൾ അവർ കുറച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഭൂരിഭാഗം കമ്പനികളും നല്ല ഡിവിഡൻഡുകൾ പ്രഖ്യാപിച്ചതായിട്ടും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ പിക്ചർ. അപ്പോൾ വരുമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും പല കമ്പനികളുടെയും മാർജിൻ കുറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം വിലക്കയറ്റവും അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പള വർധനവും ഇതൊക്കെ മാർജിൻ കുറയാൻ കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചത് കാരണം അത് പല കമ്പനികളുടെയും ഇൻപുട്ട് കോസ്റ്റിൽ വലിയ വർധനവുണ്ടാക്കിയതും മാർജിൻ കുറയാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളും ഒരേപോലെ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അവിടെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്റ്റിമിസം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാണ് നമുക്ക് മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ഇതുവരെ വന്ന റിസൾട്ടുകളിൽ 2 പാർട്ടായിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വന്ന റിസൾട്ടുകളിലെ 10 റിസൾട്ടുകൾ ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആദ്യം നമ്മൾ കാണുന്നത് എറ്റേണൽ അഥവാ സൊമാറ്റോയുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള എറ്റേണലിൻ്റെ റിസൾട്ടാണ്. അവിടെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 196% വർധനവും പ്രോഫിറ്റിൽ 346% വർധനവും കാണാം. വമ്പിച്ചൊരു ഗ്രോത്താണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൊമാറ്റോയുടെ PE റേഷ്യോ വളരെ ഹൈ ആണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ലാഭത്തെ അല്ല, മറിച്ച് അടുത്ത 5-10 വർഷത്തിനുള്ളിൽ കമ്പനി നേടാൻ പോകുന്ന ഒരു വലിയൊരു മാർക്കറ്റ് ഷെയർ ആണ് അവർ ഇട്ടുനോക്കുന്നത്. കാരണം ഈ ഒരു ഫുഡ് പ്ലാറ്റ്ഫോം, ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ ഡിയോപ്പൊളി ആയിട്ട് 2 കമ്പനികൾ നമ്മൾ കാണുക, ഒന്ന് ഈ സൊമാറ്റോയും മറ്റൊന്ന് സ്വിഗ്ഗിയുമാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അവർക്ക് ഒരു പ്രൈസിങ് പവർ നൽകുന്നുണ്ട്. ഇതുകൂടാതെ സൊമാറ്റോ ഇത്രനാളും നഷ്ടത്തിൽ പോയൊരു കമ്പനിയായിരുന്നു. അത് ലാഭത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇൻവെസ്റ്റേഴ്സ് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ടാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വലിയ പ്രീമിയം അത്തരം സ്റ്റോക്കുകൾക്ക് നൽകാറുണ്ട്. അതാണ് ഇതിൻ്റെ PE വളരെ ഉയർന്ന് നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു 5-10 വർഷത്തെ ഒരു ലോങ് ടേം വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത തകർപ്പ് റിസൾട്ട് വന്ന മറ്റൊരു സ്റ്റോക്ക് ജിൻഡാൽ സ്റ്റീലാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 23%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 173% നെറ്റ് പ്രോഫിറ്റ് വളർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇത് നല്ലൊരു ഗ്രോത്ത് പേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഉൽപ്പാദനവും വിൽപ്പനയുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവരുടെ സ്റ്റീൽ നിർമ്മാണ ശേഷി 15.6 മില്യൺ ടണ്ണിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിലുള്ള സ്റ്റീൽ ഡിമാൻഡാണുള്ളത്. അത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത തകർപ്പ് റിസൾട്ട് വന്ന ഒരു സ്റ്റോക്ക് വേദാന്തയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 47%, പ്രോഫിറ്റിൽ 70%-ൻ്റെയും വമ്പിച്ച വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വേദാന്ത ഗ്രൂപ്പ് ഓഫ് കമ്പനി അവർ സെമി കണ്ടക്ടർ ബിസിനസ്സിലേക്ക്, അതുപോലെ ഡിസ്പ്ലേ മാനുഫാക്ചറിങ് ബിസിനസ്സിലൊക്കെ അവരുടെ ആ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ വിജയിച്ചാൽ നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ മൊത്തത്തിൽ വേൾഡ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജിയിലേക്കും മാറുമ്പോൾ ഈ കോപ്പർ, അലൂമിനിയം, സിങ്ക് തുടങ്ങിയവയുടെ ആവശ്യമൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ വേദാന്ത സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഘടകമാണ്. കൂടാതെ കമ്പനി അവരുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള വേദാന്ത റിസോഴ്സസിൻ്റെ ആ ഒരു കടബാധ്യത കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതും ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ അതിൻ്റെ കടമാണ്. അപ്പോൾ ഇപ്പോൾ കമ്പനി ഒരു ഡിമേർജറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഡിമേർജർ ഫലത്തിലാവുമ്പോൾ അപ്പോൾ ഇതിലുള്ള ഈ 5 കമ്പനികൾ അതിൻ്റെ ഒരു വാല്യൂ അൺലോക്കിംഗ് അവിടെ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ കമ്പനികളാണ് നല്ല പെർഫോമൻസ് നടത്തുന്നതെന്നും ഏതൊക്കെയാണ് അണ്ടർ പെർഫോം ചെയ്യുന്നതെന്നും തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ ഡിമേർജറിന് ശേഷമുള്ള വേദാന്ത ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് പുതിയൊരു ഫേസിലൂടെയൊക്കെ ആയിരിക്കും മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നല്ല റിസൾട്ട് വന്ന മറ്റൊരു സ്റ്റോക്ക് ഫിനിക്സ് മിൽസ് ആണ്. റിയൽറ്റി മേഖലയിലുള്ള ഈ സ്റ്റോക്കിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് 21%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് 50% വളർച്ചയാണ് കാണുന്നത്. അപ്പോൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ കൂടുതൽ സിറ്റികളിലേക്ക് ഇവരുടെ മാൾ ബിസിനസ് വ്യാപിപ്പിക്കാൻ കമ്പനി പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ അത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ വരുമാനം ഉറപ്പാക്കും. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് മോഡൽ ഒരേ സ്ഥലത്ത് തന്നെ മാള്, ഓഫീസ്, ഹോട്ടൽ എന്നിവ നിർമ്മിക്കുന്ന ഒരു രീതിയാണ്. അത് ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ റെസിഡൻഷ്യൽ സെക്ടറിനെ അപേക്ഷിച്ചിട്ട് ഇവർ മാളുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇവരുടെ ആ ഒരു റെൻ്റൽ ഇൻകം അത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബിസിനസ്സിൽ ഒരു സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നല്ല പെർഫോമൻസ് നടത്തിയായിട്ട് കാണുന്നത്. വമ്പിച്ച റിസൾട്ട് വന്ന മറ്റൊരു സ്റ്റോക്ക് സോന BLW പ്രിസിഷൻ ഫോർജിംഗ് ആണ്. ഓട്ടോ ആക്സിലറി രംഗത്തുള്ള ഈ സ്റ്റോക്കിന്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 52% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 34% വർധനവും കാണാം. അപ്പോൾ കമ്പനിയുടെ മൊത്തം വരുമാനത്തിൻ്റെ 39% വരുന്നത് ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ EV മേഖലയിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ 22% വെച്ച് വളർന്നിട്ടുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവർക്ക് 550 കോടിയുടെ പുതിയ ഓർഡറുകൾ ലഭിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഓർഡറുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്നുള്ള EV പ്രോഗ്രാമുകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇവരുടെ എക്സ്പോർട്ട് ബിസിനസ് നടക്കുന്നത്. റിയൽറ്റി സെഗ്മെൻറ്റിലുള്ള മറ്റൊരു സ്റ്റോക്കും നല്ല റിസൾട്ടുമായി വന്നത് കാണാം. അത് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ് ആണ്. ഇതൊരു റീറ്റ്സ് ആണ്, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ആണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 30%, പ്രോഫിറ്റിൽ 128% വമ്പിച്ച വർധനമാണ് കാണുന്നത്. അതിൻ്റെ ആ ഒരു വളർച്ച സൂചിപ്പിക്കുന്ന അതിൻ്റെ കമ്മിറ്റഡ് ഒക്യുപ്പൻസി, അതായത് ഒക്യുപ്പൻസി റേറ്റ് ഏകദേശം 95.7% ആണ്. അപ്പോൾ ഈ രീതിയിൽ ഒക്യുപ്പൻസി റേറ്റ് ഉയരുന്നത് തീർച്ചയായിട്ടും റെൻ്റൽ ഇൻകം വർദ്ധിപ്പിക്കും. കൂടാതെ നിലവിലുള്ള റെൻ്റൽ കരാറുകൾ റിന്യൂ ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ആ ഒരു റീലീസിങ് സ്പ്രെഡിലൂടെ ഏകദേശം 30 മുതൽ 40% വരെയുള്ള ഉയർന്ന ഒരു റെൻ്റൽ ഇൻകം വർധനവും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ചെന്നൈയിലുള്ള പുതിയ ടെക് പാർക്കുകൾ ഏറ്റെടുത്തതും ഏകദേശം 5.4 മില്യൺ സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്നതും അതൊക്കെ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് സാധ്യത ഉറപ്പിക്കുന്നതാണ്. അടുത്തത് സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്ത് നിന്നുള്ള നവീൻ ഫ്ലോറിനാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 33% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 113% വർധനവും കാണാം. അപ്പോൾ ഗ്ലോബലായിട്ട് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് കെമിക്കൽ നിർമ്മിച്ച് നൽകുന്ന ഒരു വിഭാഗം അത് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല വളർച്ചയിലാണ്. കൂടാതെ ഫ്ലൂറിൻ കെമിസ്ട്രിയിലെ ഇന്ത്യയിലെ മുൻനിരക്കാരായ ഇവർ അഗ്രോ കെമിക്കൽസ്, ഫാർമ സെക്ടറിൽ നിന്നും വലിയ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ പുതിയ പ്ലാന്റ് 2027 ആക്റ്റീവ് ആകുന്നതോടുകൂടി ഇവരുടെ മാനുഫാക്ചറിങ് ശേഷി വർദ്ധിക്കുമെന്നും ഇപ്പോൾ ഏകദേശം 600-825 കോടിയുടെ ഒരു അധിക വരുമാനം കമ്പനി നെക്സ്റ്റ് ഇയർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുമാണ് ഇതിൻ്റെ ഗൈഡൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഒരു തകർപ്പൻ സ്റ്റോക്ക് ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള GRC ആണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 29% വർധനവും പ്രോഫിറ്റിൽ 24% വർധനവും കാണാം. അപ്പോൾ ഇന്ത്യൻ നേവിക്കും അതുപോലെ കോസ്റ്റ് ഗാർഡിനുമായിട്ട് വാർഷിപ്പുകൾ നിർമ്മിക്കുന്നതിൽ മുൻനിരയിലുള്ള ഒരു കമ്പനിയാണ് GRC. അപ്പോൾ വരും വർഷങ്ങളിൽ ഇവരുടെ ആ ഒരു വരുമാന സ്ഥിരത ഉറപ്പുവരുത്തുന്ന ധാരാളം ഓർഡറുകൾ ഇവരുടെ കയ്യിലുണ്ട്. കൂടാതെ ഇവരുടെ ആ ഒരു എക്സിക്യൂഷൻ വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ 2026 സാമ്പത്തിക വർഷത്തിൽ ഇവർ 8ഓളം വാർഷിപ്പുകൾ ഡെലിവറി ചെയ്തതായിട്ട് കാണാം. അതായത് ഒരു വാർഷിപ്പ് നിർമ്മിക്കാൻ 1.5 മാസം മാത്രമാണ് ഇവർ എടുക്കുന്നത്. അത് ഈ കമ്പനിയുടെ ഒരു മാനുഫാക്ചറിങ് എഫിഷ്യൻസിയാണ് സൂചിപ്പിക്കുന്നത്. ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം GRC പോലെയുള്ള ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു സ്റ്റോക്ക് അക്യുറ്റാസ് കെമിക്കലാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 40% വർധനവും പ്രോഫിറ്റിൽ 111% വമ്പിച്ച വർധനവുമാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ടാർഗറ്റ് 2027 പ്രതീക്ഷിക്കുന്ന 25% ഒരു വരുമാന വളർച്ചയാണ്. സെമി കണ്ടക്ടർ, അതുപോലെ ലിത്യം അയൺ ബാറ്ററി തുടങ്ങിയ സെക്ടറുകളിലേക്ക് ആവശ്യമായ കെമിക്കലുകൾ നിർമ്മിക്കാനും കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് വിജയിച്ചാൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ പ്ലാന്റുകൾ
സജീവമാകുന്നതോടെ എക്സ്പോർട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർ ഏകദേശം 50ഓളം രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഫൈനലായിട്ട് നമ്മൾ കാണുന്ന ഒരു ബാങ്കിങ് മേഖലയിലുള്ള സിറ്റി യൂണിയൻ ബാങ്കാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 21% വർധനവും പ്രോഫിറ്റിൽ 24% വർധനവും കാണാം. ക്രെഡിറ്റ് ഗ്രോത്തിലൊക്കെ 26% ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്തിലും 23% ജമ്പ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ ബാങ്കിന്റെ NPA 3.09 എന്ന ഹൈ ലെവലിൽ നിന്ന് ഇപ്പോൾ 1.91 ആയിട്ട് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ നെറ്റ് NPA 0.68 എന്നുള്ള ഒരു കംഫർട്ടബിൾ ലെവൽ എത്തിയതായിട്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വായ്പകൾ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ബാങ്ക് വലിയ വിജയം കാണുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഇതിൻ്റെ ക്യാപിറ്റൽ അഡക്വസി, അതായത് ബാങ്കിൻ്റെ ആ ഒരു മൂലധന അടിത്തറ 21% ആണെന്ന് കാണാം. അപ്പോൾ ഇത് റിസർവ് ബാങ്ക് റെഗുലേഷൻ അനുസരിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ ധാരാളം ഫണ്ട് ഇവരുടെ കയ്യിലുണ്ട് എന്ന് അത് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 10 സ്റ്റോക്കുകൾ ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ബൈ ചെയ്യാം എന്ന അവസ്ഥയിലുള്ള സ്റ്റോക്കുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇതിലെ പല സ്റ്റോക്കുകളും ഹൈ PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൃത്യമായ ടെക്നിക്കൽ ലെവലുകൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു ഇടിവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് Q4 റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.